ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ആദ്യമായി ആധാർ എടുക്കുന്നവർക്കും അതല്ല ആധാർ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ പല രീതിയിലുള്ള അപ്ഡേഷൻ നടത്തുമല്ലോ, അതായത് തിരുത്തലുകൾ. ചിലർക്ക് ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യും, ചിലർക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യും, ചിലർക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള അപ്ഡേഷൻ നടത്തിയതിന് ശേഷം ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്, അതല്ലെങ്കിൽ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ചില കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ അവർ ഈ ആധാർ ചോദിക്കാറുണ്ട്. അല്ലെ പാസ്പോർട്ട് ഓഫീസിൽ തന്നെ ചിലപ്പോൾ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വർക്കിന് ചെല്ലുമ്പോഴും ചിലപ്പോൾ ഈ ആധാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്, അതായത് ഇത് രണ്ടും ഒരേപോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് രണ്ടും ഒന്നാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അതുകൊണ്ടാണ് രണ്ടിനെയും പറ്റി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ആധാർ അല്ലെങ്കിൽ ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഗൂഗിളിൽ ആധാർ ഡൗൺലോഡ് എന്ന് തന്നെ അടിച്ചാൽ മതി. ഇപ്പോൾ തന്നെ നമ്മൾ ആധാറിൻ്റെ സൈറ്റിൽ തന്നെയാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ പിന്നീട് വരുന്ന വിൻഡോയിൽ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതായത് ഗെറ്റ് ആധാർ എന്നുള്ള ഓപ്ഷൻ. അത് നമ്മൾ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ സൈറ്റിൽ തന്നെയാണ് പ്രവേശിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നീട് വരുന്ന വിൻഡോയിൽ നമുക്ക് മൈ ആധാർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആധാർ എന്നൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തൊട്ട് താഴോട്ട് തന്നെ വരുമ്പോൾ ഡൗൺലോഡ് ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ടിൽ ക്ലിക്ക് ചെയ്താലും ആധാർ ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോയാണ് ഓപ്പണായി വരുന്നത്. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ച ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് അതിനുശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ആധാർ ഡൗൺലോഡ് ആവത്തുള്ളൂ. ആധാറിൻ്റെ സൈറ്റ് എപ്പോഴും കുറച്ച് ഡിലേ ആണ്. അപ്പോൾ നമ്മുടെ ആധാർ ഡൗൺലോഡായി കഴിഞ്ഞു. മുകളിലായി അത് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് ഓപ്പൺ ആവുന്നതാണ്. പിന്നീട് വരുന്ന ബോക്സിൽ നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള പാസ്വേഡ് അടിക്കുക. അതായത് പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരവും ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്നിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയറും അതേപോലെ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ 1990 ആണെങ്കിൽ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ നിങ്ങളുടെ ആധാർ ഡൗൺലോഡ് ആവും. ഇത് ഇങ്ങനെ തന്നെ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ഈ ആധാർ എന്ന് പറയുന്നത്. അതല്ല നമുക്ക് അത് നമ്മൾ ആധാർ ലാമിനേഷൻ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് നമുക്ക് ലാമിനേഷൻ ചെയ്ത് ഉപയോഗിക്കാം. അതല്ലാതെ ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് പ്രിൻ്റ് എടുക്കുന്നതിനാണ് ഈ ആധാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആധാർ അല്ലെങ്കിൽ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യുന്നത്.